upon the mountains are the feet of those who bring good news, who proclaims peace, who brings glad tidings of good things, who proclaims salvation and who says to Zion, your God reigns. Praise the Lord, Pastor. Very good, praise the Lord. Amen. Pastor, കഴിഞ്ഞ ദിവസം 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയില്ല അനേകർ വിളിച്ചു പറയുന്നുണ്ട് അവരിതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി അവർ അനുഭവിപ്പാൻ, അവരിരുന്നിടത്ത യാത്രയിൽ എല്ലാം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ള വാർത്ത ഇപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജോസ് മാത്യു സാറും കുടുംബവും എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ 3 ദിവസം ഉത്സവമായിരുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. തിരുവല്ലയിൽ നിന്ന്. സോ തീർച്ചയായിട്ടും കർത്താവിൻ്റെ ആത്മാവ് ഓരോ കാര്യങ്ങൾ അതത് സന്ദർഭത്തിൽ ഓരോ സീസണിൽ കർത്താവ് ചെയ്യുമ്പോൾ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരു പുതുമയുണ്ടാകും. ദൈവം ആഗ്രഹിക്കുന്ന ആ നിലവിൽ ആ അളവിൽ നമ്മൾ അവിടുത്തെ സന്നിധിയിലേക്ക് ചെന്നാൽ മാത്രം മതി. ആ യേശുവിനെ വിശ്വസിച്ചാൽ മാത്രം മതി. അവിടുന്ന് നമ്മെ ഉയർന്ന അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകും. And many in the world were blessed as we all sat together in the presence of the Lord, and it was a phenomenal time of God's presence in the lives of many. And I tell you, God wants to do incredible things in your life today as it's a new day. ഇതൊരു പുതിയ ദിവസം. കർത്താവിന് വലിയ കാര്യങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ അല്ല, അതിശയിക്കുന്ന കാര്യങ്ങൾ, വിശ്വസിക്കാൻ കഴിയുന്നതിലും ഉപരിയായ കാര്യങ്ങൾ യേശുവിന് നമ്മളിൽ ചെയ്തു തരാൻ ഇഷ്ടമുണ്ട്. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. പാസ്റ്റർ, നമുക്ക് ഒന്നിച്ച വാക്യങ്ങളൊന്ന് വായിക്കുക. യെശയ്യാപ്രവചനം 52-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് ആരംഭത്തിലൊന്ന് വായിക്കാം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 52 വേഴ്സ് നമ്പർ 7. If you can, please turn your Bibles and join with us reading. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. Book of Isaiah chapter 52 verse 7. How beautiful are the feet of those who bring good news, who proclaims peace, who brings glad tidings of good things, who proclaims salvation, who says to Zion, your God reigns. നമ്മുടെ ദൈവം ഭരിക്കുന്നു. ഡിസംബർ മാസത്തിന്റെ ആരംഭത്തിൽ പ്രൈം കേരളയുടെ ദിവസം എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരോടും ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, യേശു വാഴുന്നു. യുവർ ജീസസ് റെയിൻസ്. യേശു വാഴുന്നു. അതാണ് സാൽവേഷൻ, അതാണ് ഗുഡ് ന്യൂസ്, അതാണ് രക്ഷയുടെ വാക്ക്, അതാണ് സുവിശേഷം. എന്ത്? യേശു വാഴുന്നു. ജീസസ് റെയിൻസ്. നമ്മൾ അടുത്ത ചില വാക്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. സാഹചര്യങ്ങൾ നമ്മളുടെ നിയന്ത്രണത്തിനപ്പുറത്ത് എന്ന് നമുക്ക് തോന്നുന്ന നിലയിലാകാം ഒരുപക്ഷെങ്കിൽ താങ്കളായിരിക്കും. എവിടെയെല്ലാം പരിശ്രമിച്ചിട്ടും എങ്ങും എത്താത്ത നിലയിലായിരിക്കും താങ്കളോ താങ്കളുടെ പ്രിയപ്പെട്ടവരോ കുടുംബാംഗങ്ങളോ ആയിരിക്കുന്നത്. ഗവൺമെൻറ് തലത്തിൽ, സ്വകാര്യ മേഖലയിൽ, രാജ്യത്തിൻ്റെ വിവിധ തുറകളിൽ അങ്ങനെ തന്നെ കാണപ്പെടുന്നുവെങ്കിലും കർത്താവ് നമ്മളോട് പറഞ്ഞു, യേശു നമ്മളോട് പറഞ്ഞു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. കം ഓൺ. ഇന്ന് പകൽ ക്ഷീണിക്കേണ്ട, യേശുവിനൊരു മറുപടിയുണ്ട്. ഇന്ന് പകൽ മടുത്തു പോകണ്ട, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൺ ടു യു. ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് യേശു പറഞ്ഞുവെങ്കിൽ അവിടുന്ന് നൽകുന്ന ദൈവം. ആകയാൽ ഈ പകൽ ഒരു നിമിഷം യേശുവിൽ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പുതുതായി അർപ്പിച്ച് ഈ മാസത്തിൻ്റെ ആരംഭ ദിവസത്തിൽ, പ്രവൃത്തി ദിവസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ പ്രൈം കേരള കുടുംബാംഗങ്ങൾ നമ്മൾ ക്ഷീണിച്ചിരിക്കാനുള്ളവരല്ല. നമ്മൾ കർത്താവിൻ്റെ വിലപ്പെട്ട മക്കളാകയാണ്. യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ലഭ്യമാകയാണ്. 1 യോഹന്നാൻ 1:7. 1 John 1:7 we read, the blood of Jesus cleanses us from all our sins. യേശുവിൻ്റെ രക്തം
സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാനുള്ളത് കൊണ്ട് ഈ പകൽ അവിടുത്തെ സന്നിധിയിൽ വിശ്വാസത്തെ പുതുതായി ഒന്ന് അർപ്പിച്ചുകൊണ്ട്, യേശുവേ ഹെൽപ്പ് മൈ അൺബിലീഫ് ലോർഡ്. പല സംശയങ്ങളിൽ എന്നിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് കർത്താവേ, അത് എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. ഹെൽപ്പ് മൈ അൺബിലീഫ് ലോർഡ്. ലോർഡ്, I need your faith, the gift of faith this morning. കർത്താവേ, ആ വിശ്വാസത്തിൻ്റെ വരത്തെ എന്നിൽ പകരണമേ. ആ രണ്ട് കരങ്ങളും ഉയർത്തി യേശുവിൻ്റെ സന്നിധി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. നമ്മൾക്ക് വേണ്ടി പാസ്റ്റർ സീനു പ്രാർത്ഥിക്കും. യേശു നമ്മളിൽ ആ വിശ്വാസത്തിൻ്റെ വരം, വിശ്വാസത്തിൻ്റെ വരം. കമാ, ഈ പ്രഭാതത്തിൽ താങ്കളെ കർത്താവ് ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വചനം താങ്കളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുക. അതിനു മുൻപായിട്ട് പരിശുദ്ധാത്മാവ് നമ്മൾ എല്ലാവരിലേക്കും ആ വിശ്വാസത്തിൻ്റെ വരത്തെ കൂടുതലായി പകർന്നു തരാൻ ആഗ്രഹിക്കുന്നു. വലിയ കാര്യങ്ങൾ യേശുവിൽ നിന്ന് വിശ്വസിച്ചത് സ്വായത്തമാക്കുവാൻ താങ്കൾ ഇന്ന് ജീവനോടെ ഭൂമിയിലായിരിക്കുമ്പോൾ ആ രണ്ട് കരങ്ങളും ഉയർത്തി ഈ സന്ദർഭത്തിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വീണ്ടും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഉയർന്ന തലങ്ങളിൽ എത്തേണ്ടതിനായി കർത്താവേ, ഹാലല വിശ്വാസത്തിന് ഉയർന്നൊരു മേഖലയിലേക്ക് ഞങ്ങൾ എത്തേണ്ടതിനായി നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹാലലു, ഇന്നു മുതൽ ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ കർത്താവേ, നീ സകലത്തിനും മീതെ വാഴുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ കർത്താവേ, വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങ് വാഴണം, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അങ്ങ് വാഴണം, ഞങ്ങളുടെ ജോലി മേഖലയിൽ, പഠന മേഖലയിൽ, യാത്രയിൽ കർത്താവ് ഞങ്ങൾ എവിടെയൊക്കെ ഇടപെടുന്നു അവിടെയെല്ലാം അങ്ങ് വാഴുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന് മേലെ, ഞങ്ങളുടെ ദേശത്തിന് മേലെ അങ്ങ് വാഴുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ആ ഉയർന്ന തലങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് വചനം ഞങ്ങളുടെ മേൽ വ്യാപരിക്കണം, അതിന്റെ ശക്തി ഞങ്ങളിലൂടെ വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. Book of Isaiah chapter 45 verses 2, 3 and 4 we are going to read with you. താങ്കളോടൊപ്പം യെശയ്യാപ്രവചനം 45-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 45-ാമത്തെ അധ്യായം 2, 3, 4 വാക്യങ്ങൾ ബൈബിൾ എടുത്തുവെന്ന് ഞങ്ങൾ കരുതുന്നു. നമുക്കൊന്നിച്ച് വായിക്കാം. പാസ്റ്റർ, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃദ്ധനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാനോടൊന്ന് വായിക്കട്ടെ. Book of Isaiah chapter 45 verse 2, 3 and 4, and I would encourage everyone to keep reading this portion probably the whole month of December. തീർച്ചയായിട്ടും ഈ മാസം മുഴുവൻ നമ്മൾ ഇത് ആവർത്തിച്ച് വായിക്കണം. 3-ാമത്തെ വാക്യം, I will go before you and make the crooked places straight. I will break in pieces the gates of bronze and cut the bars of iron. I will give you the treasures of darkness and hidden riches of secret places, that you may know that I, the Lord, who call you by your name, am the God of Israel, for Jacob my servant's sake. Amen. And Israel my elect, I have even called you by your name, and I have named you, though you have not known me. I am the Lord, and there is no other. There is no God besides me. I will guard you through, though you have not known me. യെശയ്യാപ്രവചനം 45-ാം അധ്യായം 2, 3, 4, 5 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. പാസ്റ്റർ അവിടെ 3 പ്രാവശ്യം ആവർത്തിച്ച് ഉദ്ധരിച്ചിരിക്കുന്ന ഒരു വാചകം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. I have even called you by your name. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. Come on, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. 123 കോടിയോളം ജനങ്ങളുടെ നടുവിൽ നിന്ന് ഇന്ത്യയിൽ 600-700 കോടിയിലധികം ജനം പാർക്കുന്ന ഈ ഭൂമിയെ നോക്കിക്കൊണ്ട്, ആ ഭൂമിയിലെ ഇത്ര ജനങ്ങളുടെ നടുവിൽ
യേശുവിന്റെ കണ്ണുകൾ എന്നിലേക്ക് Thank you, Lord. സൂക്ഷ്മമായി ഇറങ്ങി വന്നുകൊണ്ട് പറയാം, മോനെ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഓ ഹല്ലേലൂയ. ഇത് പറയുമ്പോഴേ ശരീരം മുഴുവൻ അകത്തും പുറത്തും ഒരുപോലെ ഈ യേശുവിൻ്റെ ബലം അനുഭവിക്കുവാൻ കഴിയുന്നു. ഉറക്കെ നമ്മൾ കരങ്ങളെ ഉയർത്തി ആ ആശുപത്രിയിൽ, ആ ഓഫീസിൽ, ആ യാത്രാവേളയിൽ, ആ വീടിനുള്ളിൽ രണ്ട് കരവും ഉയർത്തി നമ്മൾ ഒന്നിച്ച് പറയാൻ പോകുക, ഇറ്റ് ഈസ് റിട്ടൺ. ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് പിശാചിനെ, അവൻ്റെ സൈന്യത്തെ മുഴുവൻ വിളിച്ചു നിർത്തി പറയണം, ഹേയ്, നീ പറഞ്ഞത് ഇത്രയും നേരം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നെ നിരാശപ്പെടുത്തിയത്, എന്നെ വിഷമിപ്പിച്ചത്, എനിക്ക് ആരുമില്ല, എന്നെ അറിയാൻ ആരുമില്ല, എൻ്റെ പേര് പോലും ആർക്കും അറിയത്തില്ല പിശാചെ എന്ന് നീ എന്നോട് പറഞ്ഞ് ഇത്രയും നേരം വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പകൽ get out of me, എന്നിൽ നിന്ന് പുറത്തു പോ. കാരണം കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. സംശയമുണ്ട് ചിലർക്ക്. നമുക്കൊന്നുകൂടെ വായിക്കാം. Come on, 45-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഗണ്ണിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ. ഒന്ന്. അപ്പൊ 3-ാമത്തെ വാക്യത്തിൽ തന്നെ തുടങ്ങുകയാണ്. Come on, അടുത്തത്. ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളെ ഗുപ്തനിധിയെയും എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃദ്ധനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. 2-ാം പ്രാവശ്യം ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മൾ ആ വെള്ളം അടിച്ച തോട്ടിൽ കിടന്നപ്പോഴും നമ്മുടെ പേര് വിളിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആശുപത്രിയിൽ കീറി മുറിച്ച് ഓപ്പറേഷൻ ചെയ്ത് അടുത്ത 24 മണിക്കൂർ വളരെ നിർണായകമാണ് എന്ന് പറഞ്ഞ വേളയിലും എൻ്റെ പേര് ചൊല്ലി വിളിച്ച വിഷവും ഞാനും തമ്മിൽ ഉള്ള അകലം ഒരു മുഴമായി ചുരുങ്ങിയപ്പോഴും എൻ്റെ പേര് ചൊല്ലി വിളിച്ച എൻ്റെ യേശു, ആകാശവിധാനങ്ങളിൽ പറന്നപ്പോഴും എൻ്റെ പേര് ചൊല്ലി വിളിച്ച യേശു, സമുദ്രത്തിൻ്റെ ആഴങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ എൻ്റെ പേര് ചൊല്ലി വിളിച്ചെൻ്റെ യേശു, തീച്ചുളയിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ പേര് ചൊല്ലി വിളിച്ച എൻ്റെ യേശു, ഞാൻ ചുട്ടുപൊഴുത്ത കല്ലുകളിൽ തീ കഷ്ണങ്ങളുടെ മീതെ ചവിട്ടി നടക്കേണ്ടി വന്നപ്പോഴും എൻ്റെ പേര് ചൊല്ലി വിളിച്ച എൻ്റെ യേശു, അപ്പൻ അമ്മ എന്നെ വിട്ട് മാറി നിന്നപ്പോഴും എൻ്റെ പേര് ചൊല്ലി വിളിച്ച എൻ്റെ യേശു, കണ്ണുനീർ കയത്തിലേക്ക് വീണു പോയപ്പോൾ പേര് ചൊല്ലി വിളിച്ച യേശു. നമ്മൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ സന്തോഷം കൊണ്ട് കർത്താവ് താങ്കളെ നിറയ്ക്കുക. 3 പ്രാവശ്യം ഈ വാക്യങ്ങളിൽ ഈ മാസം മുഴുവൻ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഈ വാക്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് വായിച്ച് ഇത് മനഃപ്പാഠമാക്കി പോകുന്നിടത്തും, ജോലി സ്ഥലത്തും, സ്കൂളിലും കോളേജിലും എക്സാം എഴുതുന്ന പേപ്പറിലും ഈ വാക്യങ്ങൾ എഴുതി വെക്കണം. കർത്താവിൻ്റെ വലിയ നന്മ അനുഭവിക്കാൻ ഞാനത് ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്കും ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളത്തെ, എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ദൈവവചനം എക്സാം ഹാളിൽ പേപ്പറിനത് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുമുണ്ട്. ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, കർത്താവ് നൽകും. ദൈവത്തിൻ്റെ വചനമാണ്. ആൻഡ് ടുഡേ നീ ആരുമില്ലാത്ത വ്യക്തിയല്ല. നിന്റെ പേരറിയത്തില്ലെന്ന് പിശാച് ഇന്ന് രാവിലെ വരെ നിന്നോട്, ആർക്കും നിന്നെ അറിയില്ലെന്ന് പറഞ്ഞു. ഇല്ല, എത്ര കോടി ജനം ഇനിയും ഭൂമിയിൽ വന്നാലും നിന്നെ പേര് ചൊല്ലി വിളിച്ചൊരു യേശു, ജീസസ് who calls you by your name this morning. And I just want to encourage you, he loves you. And he wants to put his arms around you. And he wants to speak you and say, come on son, come on daughter, I just want to walk with you. യേശു നിന്നെ ഇന്ന് പകൽ തൻ്റെ കരം നിന്റെ ചുമലിന്മേൽ നിന്നെ ചുറ്റിപ്പിടിച്ചുകൊണ്ട്, മകനെ മകളെ, ഞാൻ നിന്റെ കൂടെ നടക്കാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ ഇഷ്ടപ്പെടുന്നു. ബൈബിൾ വായിച്ചത്, നിനക്ക് എന്നെ, കർത്താവിനോട് ഉള്ള സംസാരം, നീ എന്നെ അറിയുന്നതിന് മുൻപ് പോലും, ഈവൻ ബിഫോർ ഐ വാസ് ബോൺ, ഞാൻ ജനിക്കുന്നതിന് പോലും, ഈവൻ ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദിസ് വേൾഡ് വാസ് ലെയ്ഡ്, he knew my frame and he knew my
എന്നെയും അവൻ എന്നെയും എൻ്റെ പ്രകൃതിയെയും അറിഞ്ഞ കർത്താവ് ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപ് പോലും. എങ്കിൽ how great is he who loves you this morning. എന്നെ താങ്കളെ സ്നേഹിക്കുന്ന ഈ യേശു എത്ര വലിയവന്. And the good news for you this morning is Jesus reigns. യേശു വാഴുന്നു. രണ്ട് കരങ്ങളും ഉയർത്തിയാട്ട് ആ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ഉറക്ക ഭവനത്തിൽ വിളിച്ചു പറഞ്ഞാട്ട്, ആ മകളുടെ കല്യാണം നടക്കാത്തത് കൊണ്ടാണ് ഇന്ന് നെഞ്ചത്തടിച്ച് കരയുന്നത്. ഉറക്ക വിളിച്ചു പറ. ആ തടസ്സങ്ങൾ വരുത്തിയ ശക്തികളോട് ഉറക്ക വിളിച്ചു പറ, യേശു വാഴുന്നു. ഞാൻ ഇനി നിരാശപ്പെട്ടിരിക്കാൻ പോകുകയല്ല, ഞാൻ ഇനി കരഞ്ഞുകൊണ്ടിരിക്കാൻ പോകുകയല്ല. പകരം ഞാൻ യേശുവിൻ്റെ അടുത്തേക്ക് പോകുക. ഞാൻ യേശുവിൽ വിശ്വസിക്കുക, യേശുവിൽ എൻ്റെ ഭാരം ഞാൻ അർപ്പിക്കുക. കാരണം അവിടുന്ന് എന്നോട് പറഞ്ഞു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ച് കൊള്ളുക, അവൻ എന്നെ പുലർത്തുന്ന ദൈവമാണ്. Cast your burdens unto the Lord and he will sustain you. He knows the best for you. And beloved, I just want to tell you a secret. Jesus has not planned anything evil for your life. ഞാൻ താങ്കളോട് രഹസ്യം പറയട്ടെ, യേശു താങ്കൾക്ക് വേണ്ടി ഒരു ദോഷവും പദ്ധതിയിട്ടിട്ടില്ല. Always he plans to prosper you and take you in his arms. യേശു എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മെ തൻ്റെ കരങ്ങളിൽ വഹിക്കുവാൻ. വിളിക്കണം, പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ വലിയ വിടുതൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥനയിലൂടെ അനുഭവിക്കും. രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കാൻ പോകുക. ഈ ഡിസംബർ മാസം മുൻപ് ഏത് സന്ദർഭത്തെക്കാളും ഈ വർഷത്തിന്റെ അവസാന മാസത്തിൽ താങ്കളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവപ്രവൃത്തി പേര് ചൊല്ലി വിളിച്ചൊരു കർത്താവ് എന്നോട് ചേർന്ന്, ഞങ്ങളോട് ചേർന്ന് ഉറക്കെ 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 പ്രൈം കേരള കുടുംബാംഗങ്ങൾ എല്ലാവരും, അതിന് പുറത്തുള്ളവരുടെ കാര്യമല്ല ഞാൻ സംസാരിക്കുന്നത്. പ്രൈം കേരള കുടുംബാംഗങ്ങൾ എവിടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നെങ്കിലും, wherever you are, and I just want to encourage you, would you lift your hands to the Lord and confess it with your mouth that Jesus reigns. യേശു വാഴുന്നു, യേശു വാഴുന്നു. ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. മലയാളം അറിയാവുന്നവർ ചേർന്ന് പാടുക. ഈ പാരിലും ഈ പാരിലും പാരത്തിലും നിസ്തുല്യൻ പ്രിയൻ എൻ രക്ഷകായൻ ദൈവമേ, നീയല്ലാതില്ലാരും എൻ യേശു മാത്രം മതിയെനിക്കേരുന്നേ. പുതിയ മാസത്തിൽ പുതിയ ദൈവകൃപ നമ്മുടെ മേൽ പകരുന്ന, പുതിയ അളവിനെ നമ്മുടെ മേൽ പകർന്നു തരുന്ന യേശുവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഈ പകലേൽപ്പിച്ച് രണ്ട് കരങ്ങളും ഉയർത്തി, യെസ് കർത്താവേ, അങ്ങയുടെ കൃപയിൽ നിന്ന്, അങ്ങയുടെ അധികാരത്തിൽ നിന്ന്, യേശുവേ അവിടുത്തെ നാമത്തിൽ നിന്ന്, yes Lord Jesus, in your name as we stand this morning and we declare that Jesus reigns. കർത്താവേ യേശു വാഴുന്നു എന്ന് ഇന്ന് പകൽ ഞങ്ങൾ പ്രൈം കേരള കുടുംബാംഗങ്ങൾ ലോകത്തിന്റെ ഏതു രാജ്യത്തായിരിക്കുന്നെങ്കിലും ഞങ്ങൾ അവരുടെ മേൽ കൽപ്പിക്കുന്നു, അവരുടെ മേൽ പ്രവചിക്കുന്നു, അവരുടെ മേൽ പ്രൊനൗൺസ് ചെയ്യുന്നു, അവരുടെ മേൽ ഡിക്രീ ചെയ്യുന്നു. ഇപ്പോൾ ജീസസ് reigns over them. യേശു അവരുടെ മേൽ വാഴുന്നു. Wherever praying Kerala family members are, Lord, and I declare Jesus reigns over their lives. Hallelujah. This morning ഈ മാസം അത് അവർ അനുഭവിക്കട്ടെ. യേശു വാഴുന്നത് സാമ്പത്തിക മേഖലയില്, വ്യക്തിപരമായ ജീവിതത്തില്, കുടുംബ ജീവിതത്തില്, തലമുറകളില്, മാതാപിതാക്കളില്, കൃഷിയിടങ്ങളില്, വാഹനങ്ങളില്, വരുമാന മാർഗങ്ങളില്, ജോലി മേഖലകളില്, സ്കൂൾ കോളേജ് തലങ്ങളില്, എക്സാംസിൽ, കർത്താവേ എല്ലായിടത്തും യേശു വാഴുന്നത് അവർ അനുഭവിക്കട്ടെ. ഞങ്ങളുടെ ഉദ്യോഗസ്ഥരത് അനുഭവിക്കട്ടെ, ഗവൺമെന്റ് തലത്തിൽ അത് അനുഭവിക്കട്ടെ, സ്വകാര്യ തലത്തിൽ അത് അനുഭവിക്കട്ടെ, കമ്പനികളിൽ അത് അനുഭവിക്കട്ടെ, പ്രൊഡക്ഷൻ സെക്ടറിൽ അത് സംഭവിക്കട്ടെ, ഉൽപാദന മേഖലകളിൽ അത് സംഭവിക്കട്ടെ, വിതരണ ശൃംഖലയിൽ അത് സംഭവിക്കട്ടെ. യേശു റെയിൻസ്. റോഡുകളിൽ അത് വെളിപ്പെടട്ടെ. യേശു ഭരണം നടത്തുന്നു. യേശു വാഴുന്നത് എല്ലായിടത്തും
every strata of our nation, Lord. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഓരോ തലത്തിൽ യേശുവേ അവിടുന്ന് വാഴുന്നത് അനുഭവിക്കട്ടെ. And we bless our people in Jesus mighty name. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ. And I tell you, you have a bright future in Jesus. ഉനക്ക് യേശുവിൽ ഒരു എതിർകാലമുണ്ട്. യേശുവിൽ നമുക്ക് ഒരു ശുഭ ഭാവിയുണ്ട്. യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഇൻ ജീസസ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. 10,000 വിഷയങ്ങൾ ഓൾട്ടറിൽ വച്ചിട്ടുണ്ട്. 32,800 കഴിയുമ്പോൾ ഈ പ്രാർത്ഥന വിഷയങ്ങൾ, ഇനിയും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന അനേക വിഷയങ്ങൾ ഈ ഓൾട്ടറിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്നെ ശ്രദ്ധിക്കും സഹോദരങ്ങളെ. ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് 500-ലധികം ടെലിഫോൺ കോളുകളാണ് ഓരോ ദിവസവും ഇവിടെ വന്നുകൊണ്ടിരുന്നത്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുന്ന, ഞങ്ങളോടൊപ്പം പങ്കാളികളായി പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനമറിയിക്കുമ്പോൾ ഉറപ്പായി പറയട്ടെ, യേശു പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമാണ്. ഈ പകൽ 2 കരങ്ങളും എഴുന്നേറ്റ് ഓടി വന്ന് സ്ക്രീനിൽ താങ്കൾക്ക് കാണാവുന്ന ഈ പ്രാർത്ഥന വിഷയങ്ങളുടെ മീതെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കസിൻ്റെ മകൻ സുജി ആക്സിഡൻറ്റ് പറ്റി, BP കൂടുതൽ, ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് ലിസി കഴക്കൂട്ടുന്നു ഇപ്പോൾ വിളിച്ചു പറഞ്ഞ് ഒരു വിടുതലിൻ്റെ ഒരാവശ്യമാണത്. ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് തലകറക്കം പൂർണ്ണമായി മാറി. ഉഷ കാട്ടാക്കട വീട് വിട്ട് പനിയാൽ ഭാരപ്പെട്ടപ്പോൾ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു, സൗഖ്യമായി. കണ്ണിൽ കൂടെ വെള്ളം വരുന്നത് നാളുകളായി ഭാരപ്പെട്ടുകൊണ്ട് എഴുതുമ്പോഴും പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ പൂർണ്ണ സൗഖ്യം അനുഭവിക്കുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു, വെള്ളം കുടിച്ച നിമിത്തം വയറുവേദന പൂർണ്ണമായി മാറി. മാവേലിക്കരയുന്ന നെല്ലിയിലാമ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു, മകൻ അഖിലിൻ്റെ മുഖത്ത് ആസിഡ് വീണു. ഓ മൈ ഗാഡ്, ഒരു കുഴപ്പവും ഇല്ലാതെ യേശു സംരക്ഷിച്ചു. ഇത് നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് ഒരു കുഴപ്പവും ഉണ്ടാകാതിരുന്നത് എന്ന് കാട്ടാക്കടയിൽ നിന്ന് ശ്രീജ നമ്മെ പ്രത്യേകം അറിയിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു, കൊച്ചുമകളുടെ ശാരീരിക അസ്വസ്ഥതകൾക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിച്ച് വിജയകുമാരി ട്രിവാൻഡ്രത്ത് അറിയിക്കുന്നത്. രജിക്ക് 25 ദിവസം പ്രായമായ കുഞ്ഞിന് 2 കിഡ്നിക്കും വീക്കം. ഡിസംബർ 15 ഒരു സ്കാനിംഗ് ഉണ്ട്. പൂർണ്ണ സൗഖ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സഹോദരി 15 ലക്ഷത്തോളം രൂപ കടം, വീട്ടിൽ നിൽക്കുവാൻ പറ്റാത്ത അവസ്ഥ, പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ നമ്മോട് അറിയിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു, ഭർത്താവിൻ്റെ മദ്യപാനം വളരെ കുറഞ്ഞു. 50,000 രൂപ കടം, പണയം വയ്ക്കുമ്പോൾ ആവശ്യമായ പണം ലഭിക്കേണ്ടതിന് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി പോകുന്നു. അത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. 10,000 വിഷയങ്ങളിൽ അടുത്തൊരു ദിവസം പ്രത്യേകാൽ വിടുതലിൻ്റെ ടെസ്റ്റിമണീസിന് മാത്രം ഒരു അരമണിക്കൂറോളം എടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ചേർന്ന് 2 കരങ്ങൾ നിവർത്തി ചേർന്ന് താങ്കളുടെ സ്ക്രീനിൽ ഇപ്പോൾ തന്നെ എൻ്റെ തോളോളം എത്തി നിൽക്കുന്ന ഈ പ്രാർത്ഥന വിഷയങ്ങൾ താങ്കൾ തന്നെ കാണുന്നുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വിഷയങ്ങളുടെ മേൽ അങ്ങയുടെ കരമിറങ്ങും, അങ്ങയുടെ മനമിറങ്ങും. കർത്താവേ, ലോർഡ് ലെറ്റ് യുവർ വിൽ ബി ഡൺ ലോർഡ്. കർത്താവേ, അത് ഈ ജീവിതങ്ങളുടെ വിടുതലാണല്ലോ, അത് ഈ ജീവിതങ്ങളുടെ സൗഖ്യമാണ്, അത് ഈ ജീവിതങ്ങളുടെ ഉദ്ധാരണമാണ്. അവരുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും യേശുവിന്റെ നാമത്തിൽ അവർ ഇപ്പോൾ തന്നെ എഴുന്നേറ്റവും വിടുതലും സൗഖ്യവും അത്ഭുതകരമായി അനുഭവിക്കട്ടെ. അവിടുന്ന് അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കും. യേശുവേ, അത്താണിയായി ഈ ജീവിതങ്ങൾക്ക് വേണ്ടി, ഈ തകരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇറങ്ങണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവൻ അങ്ങേക്ക്. യേശുവിൻ നാമത്തിൽ താങ്കളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗം വിളിക്കുക. ദൈവത്തിന് മക്കൾ ചേർന്ന് പ്രാർത്ഥിക്കും. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ഡിസംബർ മാസം 12, 13, 14 തീയതികളിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ ആവർത്തിക്കട്ടെ. പ്രാർത്ഥന കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള പ്രിയപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ധ്യാനം കോട്ടയത്ത് വെച്ച് നടക്കുന്നു. ഇന്ന് തന്നെ അതിനായി രജിസ്റ്റർ ചെയ്യുവാൻ ഞങ്ങൾ താങ്കളെ പ്രബോധിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം. ഉഷ വിളിച്ചിരിക്കുന്നു. ഭർത്താവ് 7 വർഷമായി മാനസിക പ്രയാസമുണ്ട്, ഉറക്കമില്ല, ഉറങ്ങുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഉഷയ്ക്ക് ഹസ്ബൻഡിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യം കർത്താവ് ജീവിതത്തിന് നൽകുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനത്താൽ നിറച്ചാട്ട് കറക്റ്റ് സമയത്ത് ഉറങ്ങുവാതെ കൊണ്ട് ഒരു ദൈവിക ശേഷിയെ നിറയ്ക്കുമാറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ പ്രയാസങ്ങളും ജീവിതത്തിൽ നിന്ന് വിടുവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ദൈവമാകിയ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. ജോസ് സൗദിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. സൗദിയിൽ 8 പേർ ജോലിയോട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളിൽ കടന്നു പോകുന്നു. പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.
അവർ ഏത് പ്രയാസങ്ങളിൽ കൂടി കടന്നു പോയാലും പരിഹാരം എന്റെ യേശു മാത്രമാണ്. എന്റെ കർത്താവ് അവരെ വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. മാന്നാറിൽ നിന്ന് കുഞ്ഞുമോൾ വിളിച്ചിരിക്കുന്നു. കൊച്ചുമകന് എക്സാം നടക്കുകയാണ്, അതിനായി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവെ, കർത്താവ് കുഞ്ഞുമോളാൻറ്റിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുഞ്ഞുമകനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് കുഞ്ഞിനു മേൽ ദൈവിക കർത്താവെ ജ്ഞാനത്താൽ നിറയ്ക്കുമാറണം. കർത്താവെ, ദൈവിക കൃപയിൽ അമാനെ കർത്താവെ പരീക്ഷയിൽ വിജയം നേടുവാന്നൊക്കെ ഇടയാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഒരു സഹോദരി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, മകന് വിസ ലഭിക്കണം പ്രാർത്ഥിക്കുവാൻ വേണ്ടി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യാതൊരു തടസ്സവുമില്ലാതെ കർത്താവെ അവരുടെ ആഗ്രഹപ്രകാരം ആ വിസ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ചെങ്ങന്നൂരിൽ നിന്ന് ലിസി വിളിച്ചിരിക്കുന്നു. ബ്ലസ്സിക്ക് PhD 7-ാം തീയതി തന്നെ ലഭിക്കേണ്ടതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ബ്ലസ്സിക്കായി പ്രാർത്ഥിക്കുന്നു. ആ മകൾക്ക് ലഭിക്കേണ്ട PhDക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അത് 7-ാം തീയതി തന്നെ ലഭിക്കുമെന്നൊക്കെ നീ വേണ്ട അതിനു വേണ്ട കാര്യങ്ങളെല്ലാം നീ ക്രമീകരിക്കുമാരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സാനു മാങ്ങാനത്ത് വിളിച്ചിരിക്കുന്നു. എഞ്ചിനീയറിംഗിന്റെ എക്സാം ആണ്, പ്രാർത്ഥിക്കണം. പഠിക്കുന്ന മോക്കൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പഠിക്കാനുള്ള കഴിവ് കൊടുത്ത് അനുഗ്രഹിക്കണം. ഇന്നത്തെ എക്സാമിനേഷനിൽ നല്ലൊരു വിജയം നൽകുവാൻ എന്റെ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പോകുമ്പോഴുന്ന് രേഷ്മ എന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, സുഖപ്രസവം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞു. 2 ദിവസം മുമ്പേ ഒരു സുഖപ്രസവം നടക്കുവാൻ ദൈവം സഹായിച്ച് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ച എല്ലാവരോടും ഉള്ള നന്ദി ഈ നിമിഷം അവരറിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വിളിച്ച് പറഞ്ഞിരിക്കുന്ന ഭർത്താവ് ഗൾഫിലാണ്, 8 മാസം ഇതുവരെ നല്ലൊരു ജോലി ലഭിച്ചിട്ടില്ല. അദ്ദേഹം വളരെ നിരാശയിലാണ്. നല്ലൊരു ജോലി ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. പ്രിയ സഹോദരി രേഷ്മ ഹസ്ബൻഡ് വിളിക്കുമ്പോൾ അവിടെ പറഞ്ഞു, ഇതുവരെ ജോലി ലഭിച്ചില്ല, അതോർത്ത് നിരാശപ്പെടേണ്ട കാര്യം. യേശു വാഴുന്നു. യേശുവിൻ്റെ അത്ഭുതം അദ്ദേഹത്തിന് വേണ്ടി ദൈവം വെച്ചിരിക്കുകയാണ്. അതുപോലെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ആരാണെങ്കിലും എന്ന് നിങ്ങൾ നിരാശയിലായിട്ട് പോകണ്ട. ഇന്ന് നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നതല്ലേ, യേശു വാഴുന്നവൻ, സകലത്തിനും മീതെ വാഴുന്നവന്. ആകിയാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ഓമന പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവ് നിങ്ങളെ കരങ്ങൾ എടുത്ത് ഉയർത്തുക തന്നെ ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി, നല്ലൊരു ഭാവി ദൈവം നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെ അമ്മയ്ക്ക് ചുമയായിരിക്കുന്നു, അമ്മയ്ക്ക് വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലത്താലായിരിക്കുന്നു. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കൃപാണ്ടത്ത് നിന്ന് ശീല യശോധരൻ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, രശ്മി എബി MDയുടെ എൻട്രൻസ് എക്സാം ഡിസംബർ 5-ാം തീയതി നടക്കുന്നു. ഉന്നതമായ വിജയം ലഭിക്കേണ്ടത്, MDക്ക് നല്ല കോളേജിൽ സീറ്റ് ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കും. അനേകം കുഞ്ഞുങ്ങൾ എൻട്രൻസ് എക്സാം എഴുതുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. എൻട്രൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, വിവിധ ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്നവർ രാവിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്തേണ്ടതിനായി. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഓരോരുത്തരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, രേഷ്മയുടെ ഹസ്ബൻഡിന് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ ഒരു പദവിയിൽ കർത്താവിന് ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സൗഖ്യമില്ലാതെയായിരിക്കുന്ന 2 അമ്മമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രശ്മിക്ക് കൊടുത്ത വിടുതലായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എൻട്രൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രശ്മിക്ക് വേണ്ടി, എബിക്ക് വേണ്ടി ഞങ്ങൾ വൃത്തിശിയ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവരോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ സാന്നിധ്യം, കൃപയും കരുണയും അവരോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് നല്ല വിജയം നൽകണം, നല്ല കോളേജിൽ നല്ല സീറ്റ് അങ്ങ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ കർത്താവേ അവരോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സകലത്തിന് മീതെ വാഴുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. അവരോട് കൂടെ ഇരുന്ന് കർത്താവേ അങ്ങ് ഉയർത്തിയാട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉന്നത വിജയം ഓരോരുത്തർക്കും ഉണ്ടാകുമാറാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മഞ്ജു തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. 15 ലക്ഷം രൂപ കടമുണ്ട്, ഇന്ന് 1 ലക്ഷം രൂപ കൊടുക്കണം. പരിശുദ്ധ കർത്താവെ, ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സകല ബുദ്ധിമുട്ടുകളെയും ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു കൊടുക്കുമെന്നുള്ള തിരുവചനത്തെ ഞങ്ങൾ അയച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ മകൾക്ക് വേണ്ടി സ്വർഗം തുറന്ന് ഇന്നൊരു അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ ആമേൻ. പത്രോസ് ദിവാണ്ടത്തിൽ വിളിച്ചിരിക്കുന്നത്, ശ്വാസം മുട്ടൽ, ചുമ കുറയുന്നില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, പരിപൂർണമായ സൗഖ്യം ഈ ജീവിതത്തിന്മേൽ ഇപ്പോൾ തന്നെ വരട്ടെ. പൂർണ്ണമായി സൗഖ്യമാക്കുന്ന യഹോവയുടെ കരം ഈ മകന്റെ മേൽ ഉള്ളതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സുമതി തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ ഷിബു മസ്കറ്റിലാണ്, ഒരു വിവരവും ലഭിക്കുന്നില്ല. പരിശുദ്ധ കർത്താവെ, നിന്റെ മകനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ സുബോധം അവന് വരുത്തി, ദൈവമേ, കുടുംബത്തിലേക്ക് ഒരു ഇൻഫർമേഷൻ അയക്കുവാൻ തക്കവണ്ണം അവനെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ശാന്തി പാത്രത്തിൽ വിളിച്ചിരിക്കുന്നു. കാല് കമ്പുകൊണ്ട് മുറിഞ്ഞു, ഇൻഫെക്ഷനായി. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, പരിപൂർണമായ സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ബെൻസി എറണാകുളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. 5.5 വർഷമായി ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നു. ജോലിയിൽ പ്രയാസമുണ്ട്, വേറെ ജോലി ലഭിക്കണം. അമ്മച്ചിക്ക് ഷുഗർ ആണ്.
പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളുടെ ആ ജോലിയുടെ വിഷമതകൾ എന്ത് തന്നെയായിരുന്നാലും അത് പൂർണ്ണമായി മാറിപ്പോകട്ടെ. എല്ലാ ടെൻഷനുകളും മാറിപ്പോകട്ടെ. ദൈവകൃപയിലേക്ക് മടങ്ങി വന്ന് രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം തന്റെ ദാസിയെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കുന്നതിലുപരിയായ നന്മ കാണുവാൻ തന്റെ ദാസിയെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ പ്രിയ മാതാവിനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷുഗറിന്റെ ലെവൽ നോർമൽ ആകട്ടെ. പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും ഞങ്ങൾ കൽപ്പിക്കുന്നു. പിതാവ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഡാളി വിതരെന്ന് വിളിച്ചിരിക്കുന്നു. ശരീരം മുഴുവൻ അലർജി, കറുത്തപ്പാട്, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അലർജിയുടെ സകല വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ആ കറുത്തപ്പാട് ഇപ്പോൾ തന്നെ മാറിപ്പെട്ട കർത്താവേ, പരിപൂർണമായ സൗഖ്യം ഈ ജീവിതം അനുഭവിക്കുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയങ്കരരുടെ ഇന്നത്തെ രാവിലത്തെ ആരാധനയിൽ ഞങ്ങളോട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, നിങ്ങൾ വിളിച്ചു പറയുന്ന ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ ഏതുമാകട്ടെ, നിങ്ങളുടെ പ്രയാസങ്ങൾ ഏതുമാകട്ടെ, പരിഹാരമുണ്ട്. നമ്മുടെ യേശു മാത്രമാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അവർ രോഗത്തിന്റെ കൂടി കടന്നു പോകുന്നവരുണ്ട്. അതുപോലെ മക്കളെ ചൊല്ലി വിരമിക്കുന്നവരുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, മക്കളുടെ വിവാഹകാര്യത്തെക്കുറിച്ച്, അതുപോലെ തലമുറയില്ലാതെ സാമ്പത്തികമായ ക്ലേശങ്ങളിൽ കൂടി അനേകം കടന്നു പോകുന്നുണ്ട്. വഞ്ചനയിൽ കൂടി കടന്നു. ഏത് വിഷയമായാലും നമുക്കൊന്നിച്ച് യേശുവിന്റെ അരികിലേക്ക് എല്ലാം പരിഹാരം യേശു മാത്രമാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുന്നു. സൂസൻ മാരാമൻ വിളിച്ചു പറഞ്ഞിരിക്കണേ, അമേരിക്കയിലായിരിക്കുന്ന മകൾക്ക് നല്ല വിവാഹം നടക്കണം. അതുപോലെ ജീൻ ബാംഗ്ലൂർ വിളിച്ചു പറയുന്നു. വൈഫ് ഷാരോന് ജോബ്രോൺ പ്രോബ്ലമാണ്, വാ തുറക്കുവാൻ പോലും പ്രയാസമാണ്, നല്ല വേദനയുണ്ട്, നല്ലൊരു ജോലി ലഭിക്കണം, സാമ്പത്തികമായ പ്രയാസമുണ്ട്. നമുക്ക് ഈ വിഷയങ്ങളുമായിട്ട് യേശുവിന്റെ സന്നിധിയിലേക്ക് കടന്നല്ലാം. യേശു നമ്മോട് പറഞ്ഞു, നിങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ച് ഭൂമിയിൽ രണ്ടുപേർ യാചിക്കുമ്പോൾ ഐക്യമത്യപ്പെട്ടാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിങ്ങൾക്ക് നൽകുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നമുക്ക് ഒന്നായിട്ട് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ രോഗാവസ്ഥ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് വചനമായി ഒരു പൂർണ്ണ സൗഖ്യം കൊടുക്കണേ. ജോലിയുടെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവർക്ക് വേണ്ടി ജോലിക്കായി നല്ല വാതിൽ തുറക്കണം കർത്താവേ. സാമ്പത്തികമായ പ്രയാസങ്ങളിൽ കൂടി കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് പുതുവാതിലുകൾ തുറക്കണം കർത്താവേ. വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാവേ. സഹോദരി സഹോദരൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, അവർക്ക് തക്കതായ ഒരു തുണ അവിടെ നൽകണം കർത്താവേ. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ട് മറുപടി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒന്നിച്ചു ചേർന്ന് നമ്മുടെ ഓൾട്ടറിൽ വന്നിരിക്കുന്ന പ്രയങ്കല സകല കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, ദൈവത്തിന് വലിയ കാര്യം അവരുടെ കൂടെ ഇരിക്കേണ്ടതിനായി പ്രിയമുള്ളവരെ ഒന്നിച്ച് നമുക്ക് അതേ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോയി. ഓൾട്ടറിലായിരിക്കും സകല കുടുംബങ്ങളും പലവിധമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നല്ല ഉറപ്പായിട്ടും പറയട്ടെ, യേശു വാഴുന്ന കർത്താവായിരിക്കാൻ നാം ഇനി ഭാരപ്പെട്ടിരിക്കേണ്ട, നമ്മൾ പ്രയാസപ്പെട്ടിരിക്കേണ്ട കാര്യം സകലത്തിനും മീതെ യേശു വാഴുന്നു. അതുകൊണ്ട് ഒരു ദുഃഖത്തിലൂടെയാണ്, രോഗത്തിലൂടെയാണ് നിങ്ങൾ ആയിരിക്കുന്നത് എന്ന് പോലെ അവിടെ വിളിച്ചു പറയണം, യേശു വാഴുന്നു. അവന്റെ സാന്നിധ്യം, അവന്റെ ശക്തിയും നമ്മളെ വിടുവിക്കുന്നവന് കാരണം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതം ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ എല്ലാ കുടുംബങ്ങളെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിന്റെ സാന്നിധ്യത്താൽ ശക്തിയാൽ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാമാണിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാരുണ്ട് കർത്താവേ. അപ്പോൾ ക്യാനിങ് സ്റ്റേജിലായിരിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട് കർത്താവ്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം അവരോട് കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിലും കർത്താവ് അവർ ബലപ്പെടട്ടെ, ശക്തി പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവർക്ക് ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ സാന്നിധ്യം, നിന്റെ ശക്തിയിൽ ഓരോരുത്തരും നിറയപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. യേശു മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ഹെൻറി ഗബ്രിയൽ. ഹലോ ഹെൻറി ഗബ്രിയൽ. ഹലോ, ഗബ്രിയൽ, ഹെൻറി ഗബ്രിയൽ, കോഴിക്കോട്. ഞാനൊരു കിഡ്നി പേഷ്യന്റ് ആണ്. കിഡ്നി പറഞ്ഞോളൂ. ഡയബറ്റീസ് ഉണ്ട്. അതിന് ട്രീറ്റ്മെന്റിലാണ്. പക്ഷെ ഇപ്പോ എനിക്ക് ഡിസംബർ മാസം ഈ വിന്റർ സീസൺ വരുന്ന സമയത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു ശരീര തളർച്ച, ക്ഷീണം, ഒരു എല്ലാം ഉണ്ട്. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കിഡ്നീന്റെ രോഗം മാറാനും ഡയബറ്റീസ് സുഖപ്പെടാനും. ഓക്കെ, മിസ്റ്റർ ഗബ്രിയൽ, എവിടെ നിന്ന് വിളിക്കുന്നേ? ഹലോ, എവിടെ നിന്ന് വിളിക്കുന്നേ? കോഴിക്കോട്. കോഴിക്കോട്. തീർച്ചയായിട്ടും പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ
താങ്കളുടെ വീട്ടിൽ വന്ന് താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സൗകര്യം ഞങ്ങൾ ക്രമപ്പെടുത്തി തരാം. യേശു താങ്കളെ പൂർണ്ണമായി സൗഖ്യമാക്കും. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതുപോലെ പ്രിയമുള്ളവരെ, താങ്കൾ കഷ്ടപ്പെടുകയാണെങ്കിൽ പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഈ കുടുംബത്തോട് ചേർന്നുണ്ട്. അവർക്ക് താങ്കളുടെ ഭവനത്തിൽ വന്ന് താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അങ്ങനെ അനേകരുടെ വിടുതൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നു. തീർച്ചയായിട്ടും മിസ്റ്റർ ഹെൻറി ഗബ്രിയലിനെ കോഴിക്കോട് സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് കിഡ്നികൾ രണ്ടും പരാജയപ്പെട്ട് ഡയബറ്റിക്സിൻ്റെ കെടുതിയിലൂടെയും അതിന് അനുബന്ധമായ ട്രീറ്റ്മെൻറ്റിലൂടെയും ഒക്കെ പോയി ശരീരം മുഴുവൻ തളരുന്ന ഒരവസ്ഥയിലായിരിക്കുന്ന ഈ മാന്യ ജീവിതത്തിന് വേണ്ടി, അതോടൊപ്പം കഷ്ടപ്പെടുന്ന രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുക. prayingkerala.com എന്ന വിലാസത്തിലും ഈ ശുശ്രൂഷ ലോകത്തിൻ്റെ ഏതു രാജ്യത്തും എപ്പോൾ വേണമെങ്കിലും താങ്കൾക്ക് ലഭ്യമാണ്. prayingkerala.com, ഇറ്റ്സ് അവർ ടൈം TV, 2 സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കുന്നു. ഈ harvesttv.in എന്ന വിലാസത്തിൽ ഇൻ്റർനെറ്റിലും ടെലിവിഷനിലും നേരിട്ട് ശുശ്രൂഷ ലഭ്യമായിരിക്കുമ്പോൾ തന്നെ prayingkerala.com ഓർ prayingindia.com 2 വിലാസങ്ങളിലും ഈ ശുശ്രൂഷ എപ്പോഴും താങ്കൾക്ക് ലഭ്യമായിരിക്കും. ഇന്നത്തെ ശുശ്രൂഷ രാവിലെ സ്കൂളിൽ പോകാനും ജോലിക്ക് പോകാനുള്ള തിരക്ക് കാരണം അത് അഥവാ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. അരമണിക്കൂർ കഴിഞ്ഞിട്ട്, 1 മണിക്കൂർ കഴിഞ്ഞിട്ട്, 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇൻ്റർനെറ്റിലൂടെ ഈ ശുശ്രൂഷയിൽ താങ്കൾക്ക് പങ്കെടുക്കുവാനുള്ള സൗകര്യം ഞങ്ങൾ ക്രമപ്പെടുത്തി കഴിഞ്ഞു. 2 കരങ്ങളും ഉയർത്തി കിഡ്നി രോഗത്താൽ ഭാരപ്പെടുന്ന മിസ്റ്റർ ഹെൻറിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സഹോദരനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ശരീരത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ ജീവൻ ആ പ്രിയ ശരീരത്തിൽ ഉണ്ടാകട്ടെ. പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. ഇതുപോലെ കർത്താവെ, കിഡ്നി സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്ന ധാരാളം പ്രിയപ്പെട്ടവർ കർത്താവെ ഞങ്ങളുടെ ചുറ്റുപാടുമുണ്ട്. ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സമ്പൂർണ്ണമായ സൗഖ്യം അവരിൽ ഉണ്ടാകട്ടെ. അവർ കിടക്ക വിട്ട് എഴുന്നേറ്റ് തുള്ളിയും ചാടിയും നടന്നും കൊണ്ട് യേശുവിനെ മഹിമപ്പെടുത്തട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. തുമ്പമണിൽ നിന്നും മീന വിളിച്ചിരിക്കുന്നു. ഭർത്താവിന് ദുബൈയിൽ നിന്നും ജോലിക്കുള്ള ചില പേപ്പേഴ്സ് വരുവാനുണ്ട്, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ മീനയുടെ ഹസ്ബൻഡിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവിന് വേണ്ട കർത്താവ് ജോലിക്കുള്ള പേപ്പേഴ്സ് എല്ലാം തക്ക സമയത്ത് ലഭിക്കുവാൻ തക്കോണം കർത്താവ് ഇടയാണ്ടനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുമാറാട്ടെ. ഞാൻ ചെയ്യുന്നതുമാകിയ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഗീത നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. രാജ്യത്ത് ഇന്ന് ബിടെക് എക്സാം ആണ് ഉച്ചകഴിഞ്ഞ്. പരിശുദ്ധ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ജ്ഞാനത്തെ തുറന്നു കൊടുത്താട്ട് അവർ പഠിച്ചത് ഗ്രഹിച്ചത് തക്ക സമയത്ത് എഴുതുവാൻ തക്കവണ്ണമുള്ള ഓർമ്മശക്തി വരുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം കണ്ട് ആനന്ദിപ്പാൻ ഒരുക്കും യേശുവിൻ നാമത്തിൽ. തിരുവനന്തപുരത്ത് നിന്ന് ഷീന വിളിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് കാലിന് വേദന ഭാരപ്പെടുന്നു. അതുപോലെ ഷീനയ്ക്ക് ഡിഗ്രിയുടെ എക്സാം നടക്കുകയാണ്, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവേ, ഷീനയ്ക്ക് കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മാതാവിന് മേലെ ദൈവിക സൗഖ്യത്തെ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു. കാലിന്റെ വേദനകളെല്ലാം മാറട്ടെ. ഷീനയ്ക്ക് കർത്താവേ ദൈവിക കൃപകളെ നിറയ്ക്കുമാറണം. ആ എക്സാമിനെല്ലാം നല്ല വിജയം നേടുവാൻ തക്കണം നീ കൂടെ ഇരിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആനി മാവേലിക്കരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. രൂപൻ ബിടെക് എക്സാം ആണ്, ഭർത്താവിന് വിസ ശരിയാകണം. പരിശുദ്ധ കർത്താവെ, ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളുടെ പരീക്ഷ നന്നായി എഴുതുവാൻ ദൈവിക പരിജ്ഞാനത്താൽ നിറയട്ടെ. ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ ഇടയാകുന്നതിനായി സ്തോത്രം. കർത്താവെ, നിന്റെ മകന് എത്രയും വേഗത്തിൽ ആ വിസ ശരിയാക്കുവാൻ ഇടയാകട്ടെ. അതിനുള്ള തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. അത്ഭുതം കണ്ട് ആനന്ദിപ്പാൻ ഇടയാക്കും യേശുവിൻ നാമത്തിൽ തന്നെ. കോഴഞ്ചേരിയിൽ നിന്ന് ലില്ലി വിളിച്ചിരിക്കുന്നു. നാളെ ദുബൈയിൽ ഇന്റർവ്യൂ നടക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ലില്ലിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഇന്റർവ്യൂവിൽ കർത്താവെ നല്ല രീതിയിൽ സ്കോർ ചെയ്യുവാൻ അവളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. വിനീത മണർകാട്ട് നിന്ന് വിളിച്ചിരിക്കുന്നു. ഖത്തറിൽ പോകുന്നതിനുള്ള പ്രീ മെട്രിക്സ് എക്സാം പാസ്സാകണം. ഇന്റർവ്യൂ ബോംബെയിൽ വെച്ചാണ്. പരിശുദ്ധ കർത്താവെ, ആ പൈതലിന്റെ പരീക്ഷ ഏറ്റവും നന്നായി ചെയ്യുവാനുള്ള കൃപ തന്റെ മകൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉന്നത വിജയം അവൾക്കുണ്ടാകട്ടെ. അവൾക്ക് ശുഭമായ ഭാവി ഉണ്ടാകുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഇന്റർവ്യൂ പാസ്സായി എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിപ്പാൻ ഇടയാക്കണം യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. prayingkerala.com ഓർ prayingindia.com എന്ന വിലാസത്തിൽ ലോകത്തിൻ്റെ ഏതു രാജ്യത്തിരുന്ന് എപ്പോഴും താങ്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു, അപ്പോൾ തന്നെ താങ്കൾക്ക് താങ്കളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുവാൻ ഉള്ള സൗകര്യം ഞങ്ങൾ പ്രത്യേകാൽ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മാലദ്വീപിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അയച്ച വിഷയം, കൈൻഡ്ലി പ്രേ ഫോർ വിനീത മേരി സാം, വിലീന സാറ സാം, അനിത ബേബി സാം ആൻഡ് സാം കുട്ടിക്ക്
to bless all of us with abundant Holy Spirit and also bless us with our own house. സ്വന്തം വീട് ലഭിക്കേണ്ടതിനും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കേണ്ടത് ഈ ശുശ്രൂഷ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മെസ്സേജുകൾ, പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാവുന്നതാണ്. ബ്രെയിൻ കേരളയിൽ ആ സൗകര്യം കർത്താവ് നമുക്ക് തന്നതും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ഇതുവരെ അനുഭവിക്കാത്ത ആത്മിക സന്തോഷമുണ്ടായി. എങ്ങനെ പറഞ്ഞു പിടിപ്പിക്കണമെന്ന് അറിയില്ല. ദൈവത്തിന് നന്ദി. കോൾ ഫ്രം ദുബായ് ആണത്. മാവേലിക്കരയിൽ നിന്ന് ഞങ്ങൾ കുടുംബമായി ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത മാനസിക സന്തോഷം, ആത്മിക സന്തോഷം, പുതുജീവൻ ലഭിച്ചതുപോലെ വീണ്ടും അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്കായി കാത്തിരിക്കുന്നു. UK നിന്നും കുടുംബാംഗങ്ങൾ വിളിച്ചു പറഞ്ഞു അവർ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ തന്നെ നല്ല മാറ്റങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഉപവാസ പ്രാർത്ഥന പങ്കെടുത്ത് 3 ദിവസം ഒരു ഉത്സവം പോലെ ആയിരുന്നു. ഓരോ ദിവസം കഴിയുന്നതോറും അടുത്ത ദിവസത്തേക്കൊരു കാത്തിരിപ്പായിരുന്നു. ദൈവിക സന്തോഷം പറയുവാൻ പറ്റാത്തതുപോലെ അനുഭവിക്കുന്നു. TV-യിൽ കൂടെ വീട്ടിലിരുന്ന് ആദ്യമായി ഉപവാസ പ്രാർത്ഥന പങ്കെടുത്തു. പ്രായമായി യാത്ര ചെയ്യാൻ പറ്റാത്ത കുടുംബാംഗങ്ങൾ എല്ലാം വളരെയധികം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയുടെ കാലമാണ്. നമ്മളെ കർത്താവ് ഈ സമയത്ത് എഴുന്നേൽപ്പിച്ചത് ലോകരാജ്യങ്ങൾ അനേകായിരങ്ങളുടെ വിടുതലിന് വേണ്ടി ദൈവത്തിന് നിൽക്കുവാൻ. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ BP കൂടി ICUവിൽ മകൾ തന്ന നമ്പറാണ്. പ്രോഗ്രാം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് സുലോചന കൊല്ലത്തു നമ്മെ അറിയിച്ചിട്ട് നമുക്ക് വേഗം പ്രാർത്ഥിക്കാൻ പോകുക. ഈ ഓരോ വിഷയങ്ങളുടെ മേൽ 70 ലക്ഷം രൂപ കടം വളരെ തകർച്ചയിലൂടെ കടന്നു പോകുന്നു. സൗദിയിൽ കുടുംബമായി താമസിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കുവാനും മിസ്റ്റർ സജി ജോൺ കഴിഞ്ഞ ദിവസം ടെലിഫോണിൽ വന്ന് വിവരം പറഞ്ഞു. 2 മക്കൾ, ഇളയ മകൻ ആക്സിഡന്റിൽ മരിച്ചു, മൂത്ത മകന് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് ദ ലോർഡ് സേവ്ഡ് us. ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. ദൈവഭയമുള്ള ഒരു മകളെ അവന്റെ വിവാഹ പങ്കാളിയായി ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്കൊരു SMS വന്നിട്ടുണ്ട്. ആളിന്റെ പേരില്ല, നമ്പറിൽ നിന്ന് മാത്രമാണ് വന്നിരിക്കുന്നത്. SMS അറിയിക്കുന്നവർ ദയവായി താങ്കളുടെ പേരും കൂടെ ആ സ്ഥലവും പേരും കൂടെ അറിയിച്ചാൽ ഞങ്ങൾക്ക് നല്ലതായിരുന്നു. താങ്കളുടെ ഫയൽ പ്രത്യേകം സൂക്ഷിക്കുവാൻ ഞങ്ങൾക്കത് സഹായമായിരിക്കും. നെയ്ബർ റിജോ 26 വയസ്സ് കുർബാനയുടെ സമയത്ത് തളർന്നു വീണു. ഇതുവരെ സംസാരിച്ചിട്ടില്ല, എഴുന്നേറ്റിട്ടുമില്ല. ദൈവം പ്രവർത്തിക്കണം. ഷൈനി ചേർത്തലെന്ന് അറിയിച്ചിരിക്കുന്നത് നെയ്ബർ റിജോ. നെയ്ബറിന് വേണ്ടി കുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കുന്നു. റിജോ 26 വയസ്സ് കുർബാനയുടെ സമയത്ത് തളർന്നു വീണു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പൂർണ്ണ സൗഖ്യം. ആശുപത്രികളിൽ, ഭവനങ്ങളിൽ അബോധാവസ്ഥയിലായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചിട്ടുണ്ട്. നമുക്ക് വേഗം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പറയപ്പെട്ട ഓരോ ജീവിതങ്ങളെയും അവരുടെ വിഷയങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ സമാധാനം, യേശുവിന്റെ സൗഖ്യം അതത് വിഷയങ്ങളിൽ, അതത് വ്യക്തികളിൽ ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവിക വിടുതൽ അവരിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഉപവാസ പ്രാർത്ഥനകൾ കർത്താവ് താങ്കൾക്ക് ചെയ്തു തന്ന ആ വിടുതൽ തീർച്ചയായിട്ടും അറിയിക്കണം. കർത്താവിന്റെ നാമത്തെ നമുക്ക് ഒന്നിച്ച് മഹത്വപ്പെടുത്തുവാൻ അത് കാരണമാകും. ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശുവിൽ നമുക്ക് ഉറപ്പേറിയ ഭാവിയുണ്ട്. എറണാകുളത്ത് കെസിയെ വിളിച്ച് പണിക്കുന്നത് 2 വർഷം മുമ്പ് കൊടുത്ത പണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കണം. മകളുടെ 40ാമത്തെ ബർത്ത്ഡേ ആണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥന ചോദിക്കുന്നു. അതുപോലെ അവരുടെ മക്കൾ ദൈവകൃപയിൽ വളരേണ്ടതിന് പ്രാർത്ഥന ചോദിക്കുന്നു. അതിന് 1 ലക്ഷം രൂപ കടമുണ്ട്. ദൈവത്തിന്റെ കരം കൂടിയിരിക്കണം. സരസ് ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ച് പണിക്കുന്നത് ചെവി അടഞ്ഞിരിക്കുന്നു. പെടലിലേക്ക് ഭയങ്കരമായ പ്രയാസം. വർഷങ്ങൾക്ക് മുമ്പ് കാർ ആക്സിഡന്റ് സംഭവിച്ചത് മൂലം അതിനെ തുടർന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്. നമുക്ക് ഒന്നിച്ച് ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ സൗഖ്യം അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടാടുന്ന പ്രാർത്ഥിക്കുന്നു. പെടലിയുടെ പ്രയാസങ്ങൾ മാറട്ടെ, ചെവിക്കുള്ള പ്രയാസങ്ങൾ മാറട്ടെ. നിന്റെ അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ തന്നെ അങ്ങ് പകർന്നാട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ആ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമം ദൈവിക നന്മകളാൽ കർത്താവെ ആ മാൾ നിറയപ്പെടുമാറാട്ടെ. അവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവകൃപയാൽ ഓരോരുത്തരും നിറയപ്പെടുമാറാകട്ടെ. കർത്താവെ, ആ കടഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കൊടുക്കാനുള്ള പണം കൊടുക്കാനുള്ള കർത്താവ് എല്ലാ വഴികളെയും അങ്ങ് തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അങ്ങനെ ചെയ്യുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദീന കോന്നിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മഞ്ഞപ്പിത്തം, ലിവർ കംപ്ലൈന്റ് ഉണ്ട്. പൂർണ്ണ മാനസാന്തരം ലഭിക്കണം. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പൈതലിന് വേണ്ടി പൂർണ്ണ സൗഖ്യത്തെ നീ അയച്ചാട്ട്. ഹല്ലേലൂയ കർത്താവെ, അവർക്ക് പൂർണ്ണ മാനസാന്തരം ഉണ്ടായി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഇടയാകണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ബേബി ചെറിയ വിളിച്ചിരിക്കുന്നു. 2 മാസം പ്രായമുള്ള ഇരട്ട കുട്ടികൾക്ക് വയറിളക്കം, വോമിറ്റിംഗ്, കഫക്കെട്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ കുഞ്ഞിനെ പരിപൂർണമായ സൗഖ്യം അയച്ചു. ഹല്ലേലൂയ കർത്താവേ, നീ വിടുവിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു.
കരങ്ങളിലേക്ക് ഏൽപ്പിച്ചത് കർത്താവേ. കർത്താവ് പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. മോളി കൊല്ലത്തൊന്ന് വിളിച്ചിരിക്കുന്നു. നെഞ്ചിന് പ്രയാസം, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ കർത്താവേ, നിന്റെ മകൾക്ക് ശരീരത്തെ അലട്ടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. ദൈവകൃപയിലേക്ക് മടങ്ങി വന്ന് രക്ഷ പ്രാപിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ കൃപ കൊണ്ട് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനർത്ഥമായതൊന്നും ഉണ്ടാകാതെ ദൈവകൃപയിൽ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ജോമോൻ കോട്ടയം, സാമ്പത്തിക പ്രയാസം, കടബാധ്യത കേസ് യേശുവിന്റെ നാമത്തിൽ, ആ സാമ്പത്തിക ബുദ്ധിമുട്ട് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കേസ് പരിപൂർണമായി കർത്താവെ അത് മാറിപ്പോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടബാധ്യത പരിപൂർണമായി വിട്ടുമാറട്ടെ. പരിപൂർണമായി യേശുവിന്റെ നാമത്തിൽ വിടുതൽ അനുഭവിപ്പാൻ നീ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. വിശാലം കോഴിക്കോട് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ ബാബു, കിഡ്നി സ്റ്റോൺ ഉണ്ട്, ഓപ്പറേഷൻ അടുത്ത ആഴ്ചയാണ്. മക്കളില്ല, ഭവനമില്ല. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ കൂടാതെ ആ കിഡ്നി സ്റ്റോൺ പുറത്തു പോകുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവ് അങ്ങനെ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മക്കൾക്ക് കർത്താവെ തലമുറകളെ കൊടുത്തു മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് അവർക്കൊരു ഭവനം പണിയുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി വരട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രിയ പിതാവേ. ആമേൻ. മോളി കുറ്റൂരിന്ന് വിളിച്ചിരിക്കുന്നു. സുശേഷകനായിരുന്ന സഹോദരൻ പിന്മാറ്റത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഈ മകന്റെ മേല അങ്ങയുടെ വലിയ പ്രവൃത്തി വെളിപ്പെടുമാറാകട്ടെ. അവൻ മടങ്ങി വരട്ടെ കർത്താവെ യേശുവിന്റെ നാമത്തില്. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി അവന്റെ മേൽ വെളിപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ട്രിവാൻഡ്രത്ത് നിന്ന് ലാലമ്മ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മുട്ടുവേദന നടുവേദനയും ഉണ്ടായപ്പോൾ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. വേദന പൂർണ്ണമായും മാറി പ്രാർത്ഥിച്ച എല്ലാവർക്കുള്ള നന്ദി അറിയിച്ച അതുപോലെ മകൻ്റെ വിവാഹം നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന കേരളത്തിൽ അനേകരുടെ വിവാഹം നടക്കേണ്ടതായിട്ട് നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഈ നിമിഷം ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തക്കതായ തുണി ഒരുക്കുന്ന ദൈവത്തിനേക്കാൾ ഓരോരുത്തരും മേൽ വെളിപ്പെടേണ്ടതിനായി, അനുഗ്രഹിക്കേണ്ട ഭാവി ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതിനായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥന കേരളത്തിലുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഭാവി അവർക്ക് വേണ്ടി തുറന്നിരിക്കുന്ന അനുഗ്രഹിക്കേണ്ട ഭാവി അവർക്ക് അത് ലഭിപ്പാൻ തക്കണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായി നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തക്കതായ തുണയെ അങ്ങ് ഒരുക്കി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ അത്ഭുതം അവരുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. സ്കൂൾ ഒളിമ്പിക്സിൽ ലേഖയ്ക്ക് വെങ്കലം, ബ്രസീലില് സ്കൂൾ ഒളിമ്പിക്സിൽ മലയാളിക്ക് മെഡൽ നേട്ടം. തൃശ്ശൂർക്കാരി ലേഖ ഉണ്ണി 1500 മീറ്ററിൽ വെങ്കലം അണിഞ്ഞതാണ് പുതുചരിത്രം കുറിച്ചത്. എത്ര സന്തോഷമാണ്. ഇന്ന് പ്രത്യേകിച്ച് പ്രൈം കേരള വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഇതുവരെ താങ്കളുടെ മക്കളോ താങ്കളുടെ അറിവിലുള്ള വിദ്യാർത്ഥിനികളുടെയോ പേര് വിവരങ്ങൾ പ്രൈം കേരളയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യണം. സ്കൂളുകൾ, പ്രധാന അധ്യാപകർ അവരുടെ സ്കൂളുകളിലെ കുട്ടികളുടെ മുഴുവൻ വിവരങ്ങൾ, മുഴുവൻ പേരുകൾ, ക്ലാസ്സുകൾ അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ഈ സ്റ്റുഡിയോയിൽ വെളുപ്പിന് എത്തിച്ചേർന്ന മാസ്റ്റർ സോബിൻ. സോബിൻ മോനത്രല്ല പഠിക്കുന്നേ? 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ജില്ലാ യുവജനോത്സവത്തിൽ ഭരതനാട്യത്തിൽ പങ്കെടുക്കുന്നു. ഭരതനാട്യം കളിക്കുമോ മോനെ? തീർച്ചയായിട്ടും ഇവിടെ വന്നൊരു ഭരതനാട്യം ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സ്കൂൾ, കോളേജ് യൂവജനോത്സവങ്ങൾ, യൂത്ത് ഫെസ്റ്റിവൽസ് നടക്കുകയാണ്. നമ്മുടെ ധാരാളം കുട്ടികൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുന്നുണ്ട്. മാതാപിതാക്കൾ എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച്. പപ്പ എവിടെ ജോലി ചെയ്യുന്നേ? കൃഷി. അമ്മ എവിടെയാ? അമ്മ ഇസ്രയേലിലാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭരതനാട്യത്തിൽ ജില്ലാ യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്നു. ഞങ്ങൾ ഈ രാവിലെ അവർ ഈ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി, പ്രൈം കേരള കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയ 2 കരങ്ങളും ഈ കുഞ്ഞിൻ്റെ നേരെ നിവർത്തി. അതോടൊപ്പം ഇന്ന് ഈ ദിവസങ്ങളിൽ സ്കൂളിൽ, കോളേജ് തലത്തിൽ, യൂത്ത് ഫെസ്റ്റിവലിൽ, കായികമേളകളിൽ പങ്കെടുക്കുന്ന ഓരോ വിദ്യാർത്ഥിനിയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്പിരിറ്റ് ഓഫ് എക്സലൻസ് അവർക്ക് നൽകണമേ. മികവിൻ്റെ ആത്മാവിനാൽ അവിടുന്ന് അവരെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് നിറച്ചാട്ട് യേശുവിൻ്റെ നാമത്തിൽ ഉയർന്ന വിജയത്തിലേക്ക് ഈ ശോഭിത് കടന്നു വരട്ടെ. കർത്താവേ, നന്മ കൊണ്ട് നിറയ്ക്കും യേശുവിൻ നാമത്തിൽ. സ്കൂൾ ഒളിമ്പിക്സിൽ ലേഖയ്ക്ക് വെങ്കലം ലഭിച്ച വാർത്തയിൽ ആ കുടുംബത്തോട് ഞങ്ങൾ ചേർന്ന് സന്തോഷിക്കുന്നു. പ്രൈം കേരളയുടെ എല്ലാവിധമായ അനുമോദനങ്ങളും ഞങ്ങൾ ആ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കോട്ടയത്തിൻ്റെ വാർത്തയിൽ കുളമ്പ് രോഗം പടരുന്നു. പാൽ ചുരത്താതെ പശുക്കൾ
മൃഗസമ്പത്ത് അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. മൃഗങ്ങൾ, കന്നുകാലികളുടെ മീതെയുള്ള എല്ലാ വെല്ലുവിളികളും രോഗങ്ങളും കൂട്ടമായി പശുക്കൾ ചത്ത് പോകുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്ന വാർത്ത നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിൽ നിന്ന് ക്ലേശം മാറേണ്ടതിന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൃഗസമ്പത്ത്, കന്നുകാലികളുടെ പേരും പിറപ്പും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്ന് ആവർത്തന പുസ്തകം 28-1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞതുകൊണ്ട്, Lord, as we read in the book of Deuteronomy chapter 28 verses from 1 through 14, that your cattle will be blessed, and I declare the blessings of Jesus over our cattle in Jesus name. യേശുവിൻ നാമത്തിൽ മൃഗസമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ശ്രീകാര്യത്തിൽ നിലയിലാം കുമാരി വിളിച്ചിരിക്കുന്ന എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ജോലി ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. 16 ചിറ, കോട്ടയം 16 ചിറ എന്ന് വത്സമ്മ വിളിച്ചു വയ്ക്കുന്ന മകൻ റെനി 3 മാസമായിട്ട് ദുബായിലാണ്, ജോലിയില്ല, വളരെയധികം മാനസിക പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കട്ടെ. ഭാവി അങ്ങ് കൊടുക്കുമാറാകണം. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. വന്ന ഇമെയില് വൈഫിൻ്റെ ദുബായിൽ നിന്നുള്ള ഇൻ്റർവ്യൂവിന് വിളിക്കാൻ പ്രാർത്ഥിക്കണം. ജോബ് കിട്ടുവാൻ വേണ്ടിയും പ്രെയർ ചെയ്യണം. പപ്പായുടെ ആസ്മ മാറാൻ വേണ്ടിയും പ്രാർത്ഥിക്കണം. ദുബായിൽ നിന്ന് ജോജു ജോർജാണ് ഈ വിവരം നമുക്ക് അറിയിച്ചിരിക്കുന്നത്. മലയാളം തന്നെ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഏത് ഭാഷയിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ വന്നാലും ഞങ്ങളത് ഡീകോഡ് ചെയ്തത് വായിച്ച് തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കും. ദുബായിൽ ഒരു ജോബ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഇൻ്റർവ്യൂ കോളിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട്. മെർലിൻ ആൻഡ് ഫാമിലിക്കായി പ്രാർത്ഥിക്കുവാനായിട്ട് ഡോക്ടർ മേരി കുഞ്ഞ് SMS വഴി പ്രാർത്ഥനാ വിഷയം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ആ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നമുക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ പ്രിയപ്പെട്ടവർ, ഇന്ന് സ്കൂളുകൾ, യാത്രകൾ, പഠന മേഖലകൾ, കോളേജുകൾ, ജോലി മേഖലകൾ, അടുക്കള, വീട്ടുജോലി, പുറത്തെ ജോലി, കമ്പനിയിലെ ജോലി, സ്വകാര്യ മേഖലയിലുള്ള വർക്കുകൾ, എവിടെയും നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലായിടത്തും അനുഗ്രഹങ്ങൾ പകരുന്ന കർത്താവ് കേരളത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർത്തി യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, കേരളത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ന് ജോലിക്കായി, സ്കൂളുകളിൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകുന്ന പ്രിയപ്പെട്ടവർ, പഠനത്തിന് വേണ്ടി പോകുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കോളേജുകളിൽ, സ്വകാര്യ മേഖലകളിൽ, ഇതര തരങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ അവരുടെ യാത്രകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീട്ടമ്മമാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും ഓരോരുത്തരുടെ മേലും ഉണ്ടാകട്ടെ. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. റോഡ് സംവിധാനങ്ങൾ വികസിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ലോകോത്തര നിലവാരത്തിലേക്ക് കേരളം വരട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കും യേശുവിൻ നാമത്തിൽ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം ഞങ്ങൾ ആശംസിക്കുന്നു. യാത്രകളിൽ യേശു കൂടെയുണ്ട്. യാത്ര ചെയ്യുമ്പോഴും ട്രെയിനിലും കാറിലും ബസ്സിലും ചേർന്ന് യേശുവേ നീ എത്ര നല്ലവൻ, യേശുവേ നീ എത്ര നല്ലവൻ. ടെലഫോണിൽ വീണ്ടും നമുക്ക് സംസാരിക്കണം, പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വലിയ വിടുതൽ നമുക്ക് വീണ്ടും അനുഭവിക്കുവാൻ ഇടയാകും. നീ എത്ര നല്ലവൻ, യേശുവേ നീ എത്ര നല്ലവൻ, യേശുവേ നീ എത്ര നല്ലവൻ. വിഷയങ്ങളുടെ മേൽ വയ്ക്കും കർത്താവേ. അവിടുത്തെ അത്ഭുതകരം ഈ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും യേശുവിനെ. അവിടുത്തെ അത്ഭുതകരം ഈ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും യേശുവിൻ്റെ നാമത്തിൽ. അവർ സൗഖ്യമാകട്ടെ, വിടുതൽ അനുഭവിക്കട്ടെ, നന്മ കൊണ്ട് നിറയ്ക്കണമേ യേശുവിൻ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നമുക്ക് ഒന്നിച്ച് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. പാസ്റ്റർ